നമസ്കാരം. പേരെന്താണ്? എൻ്റെ പേര് അനീഷ് എന്നാണ്. എവിടുന്ന് വരുന്നത്? ഞാൻ ഫോറസ്ട്രി കോളേജ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഫോറസ്ട്രി കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് യൂട്ടിലൈസേഷനിലെ അധ്യാപകനാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സ്റ്റുഡൻസ്, ഞങ്ങളുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്, ഫോറസ്ട്രി കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അവർക്ക് അവസാനത്തെ വർഷം അവർക്ക് ഫോറസ്ട്രി വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ അതായത് തിയറി ക്ലാസ്സസൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് മുഴുവനായിട്ട് അവർക്ക് ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുന്ന ഒരു ഭാഗമാണിത്. അതിൻ്റെ ആദ്യത്തെ മൊഡ്യൂളാണ് വില്ലേജ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ വില്ലേജ് അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു പോർഷനാണ് PRA എന്ന് പറയും, പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പഞ്ചായത്തുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് പഞ്ചായത്തുകളിൽ എന്തൊക്കെയാണ് അവിടെയുള്ള വിഭവങ്ങളെക്കുറിച്ച് പഠിക്കുക. അത് എങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്ററി രീതിയിലാണ്. അതായത് അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി അവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ രീതികൾ. അപ്പോൾ അതിന് റിസോഴ്സ് മാപ്പിംഗ്, ഇതുപോലെയുള്ള ടൈം ലൈൻ ക്രിയേഷൻ, ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ മാപ്പിംഗ്, ഇതിൻ്റെ വിഭവങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സർവതോന്മുഖമായിട്ടുള്ളൊരു പഠനമാണ് ഇവിടെ നടക്കുന്നത്. അത് നമ്മൾ പുറമേ നിന്ന് പഠിക്കുന്നത് മാത്രമല്ല, ഇവിടെയുള്ള ആളുകളെയും കൂടി ഈ ഒരു പഠനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് പഞ്ചായത്തിന് സമർപ്പിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വാരിമടവിൻ്റെ സെക്രട്ടറി അശോകൻ എന്ന് പറയും, ഇത് പ്രസിഡന്റ് പുഷ്കരേട്ടൻ എന്ന് പറയും. അപ്പോൾ മേഡം വന്നതിൻ്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിയാവുന്ന സഹായങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും ചോദിച്ചോളൂ. ഞാൻ ഡോക്ടർ സ്മിത, കൃഷി വിജ്ഞാന കേന്ദ്രം തൃശ്ശൂരിൽ നിന്നാണ്. ഞങ്ങൾ കേരള കാർഷിക സർവകലാശാലയിലെ കോളേജ് ഓഫ് ഫോറസ്ട്രിയിലെ കുട്ടികളായിട്ടാണ് ഇവിടെ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പങ്കാളിത്ത വിശകലന പരിപാടിയാണ്. അപ്പം പങ്കാളിത്ത ഗ്രാമീണ വിശകലന പരിപാടി. അപ്പോൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ പഞ്ചായത്തിനെ മനസ്സിലാക്കാനും ഇവിടെയുള്ള വിഭവങ്ങളെ പറ്റി മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് കുട്ടികൾ പഠിക്കാനും അതിനെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ പഞ്ചായത്തിലേക്ക് ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ കൊടുക്കാനും ആണ് ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം. അപ്പം നിങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പങ്കാളിത്ത പരിപാടിയാണ്. ഞങ്ങൾ കർഷകരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കർഷകരും തമ്മിൽ സംസാരിക്കുമ്പം കുറേ കാര്യങ്ങൾ അവർക്കും ബോധ്യം വരുന്നു. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിനെ പറ്റി കൂടുതൽ അറിയുക എന്നുള്ളതാണ് ഈ ഒരു പ്രക്രിയനെ കൊണ്ട് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പം ഇവിടെ ചെയ്യുന്നത് നമ്മുടെ മെട്രിക്സ് റാങ്കിങ് ആണ്. ഇതിൻ്റെ പ്രിഫറൻസ് റാങ്കിങ്ങും എന്നും പറഞ്ഞിട്ട് ഇതിനൊരു പേരുണ്ട്. അപ്പം നമ്മൾ വിവിധമായിട്ടുള്ള ടൂളുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അതിലൊരു ടൂളാണ് ഈ മെട്രിക്സ് റാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളടുത്ത ചോദ്യങ്ങൾ അവർ ചോദിക്കും. ഓരോ വിളകളുടെ സംബന്ധിച്ചിടത്തോളം ആ വിള ലാഭകരമാണോ, ആ വിള അതായത് എന്താ പറയുക മാർക്കറ്റിംഗ് സാധ്യതകൾ എന്തൊക്കെയാണ്, മാർക്കറ്റിംഗ് എളുപ്പമാണോ, അതുപോലെ തന്നെ വരൾച്ച പ്രതിരോധം അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണോ, നിങ്ങൾക്ക് ബാഹ്യ ചെലവുകൾ കുറവാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് ഏറ്റവും നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന വിള ഏതാണെന്നാണ് നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കിയെടുക്കുന്നത്. ഈ ഒരു ടൂൾ അതിനുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെൻ ഡയഗ്രാം അല്ലെങ്കിൽ ചപ്പാത്തി ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്. അപ്പം ഈ പങ്കാളിത്ത വിശകലന പരിപാടിയിൽ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കൃഷിഭവനുണ്ട്, വെറ്റിനറി ഹോസ്പിറ്റലുണ്ട്, അല്ലാത്ത പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ട്, അതുപോലെ തന്നെ അംഗനവാടിയുണ്ട്, സ്കൂളുണ്ട്, പിന്നെ മിൽക്ക് സൊസൈറ്റി ഉണ്ട്, VFPCK, അങ്ങനെയുള്ള ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, ഇങ്ങനത്തെ കുറേ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ കർഷകർക്ക് എത്രമാത്രം ഗുണം ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്ക് കറക്റ്റ് സമയാസമയങ്ങളിൽ സേവനം തരുന്നുണ്ടോയെന്നും നിങ്ങളായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളാണോ ഇവരെന്നൊക്കെ അറിയാനുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കൃഷിഭവൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണോ? അതെ. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ പറയാമോ? കൃഷിഭവൻ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ചെടികൾ, വിത്തുകൾ, അങ്ങനെയെല്ലാം കിട്ടാറുണ്ട്. നമ്മുടെ ഈ കൃഷിയായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്ക് പോയി കഴിഞ്ഞാലും സാധനങ്ങളൊക്കെ അവർ സഹകരിച്ച് തരാറുണ്ട്. അപ്പം പൊതുവെ എനിക്ക് തോന്നുന്നു കർഷകർക്ക് ഗുണം തന്നെയാണ് അല്ലേ ആ സ്ഥാപനത്തിന്. പിന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം തന്നെ അവരുടെ സർവീസ് തരുന്നുണ്ട്. അപ്പം കൃഷിഭവൻ വെച്ചോളൂ, അടുത്ത് കമ്മ്യൂണിറ്റീൻ്റെ അടുത്തായിട്ട് കൃഷി ഓഫീസറൊക്കെ ഇവിടെ വന്ന് നോക്കാറൊക്കെ ഉണ്ട് അല്ലേ? ശരി. പിന്നെ ഇനി രണ്ടാമത്തെ സ്ഥാപനം വെറ്റിനറി ഹോസ്പിറ്റൽ. ഇപ്പൊ ഏത് സമയത്താണെങ്കിലും അവർക്ക് സേവനം കിട്ടാറുണ്ടോ? രാത്രിയാണെങ്കിലും പകലാണെങ്കിലും? രാത്രി ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും വിളിക്കണം. രാത്രി പകലാണ് ഇവിടെ ഇപ്പോൾ ഈ അരുമ്പൂര് ആശുപത്രിയിൽ ഇരിക്കുന്ന ഡോക്ടർമാർ ഇരിക്കുന്നത്.
അപ്പോൾ പകൽ ചെല്ലുമ്പോൾ നമുക്ക് സഹായങ്ങളൊക്കെ കിട്ടാറുണ്ട്. നമ്മളിപ്പോൾ വന്ന് കാണണം നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരാറുണ്ട്. അവർ വന്ന് ചെയ്യാൻ സൗകര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യാനുസരണം സാധനങ്ങളൊക്കെ തരാറുണ്ട് അല്ലേ? മരുന്നുകളൊക്കെ കിട്ടും. ശരി ശരി. അപ്പം കൃഷിഭവന്റെ അത്ര വേണ്ട, കുറച്ച് വിട്ടിട്ട് അതിന്റെ നെക്സ്റ്റ് സൈസ് കുറച്ചും കൂടെ കുറഞ്ഞ സൈസ്. പിന്നെ അടുത്തത് നമ്മുടെ സ്കൂളുകളാണ്. അപ്പം ഇവിടെ ആവശ്യാനുസരണം ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂൾ സംവിധാനങ്ങളുണ്ടോ? വിദ്യാഭ്യാസ സംവിധാനം സ്കൂൾ ഇല്ലായില്ല. പക്ഷേ ഇവിടുന്ന് കുറഞ്ഞ 2-3 കിലോമീറ്റർ പോകണം. അവിടെ ദൂരമുണ്ട് അല്ലേ? ദൂരമുണ്ട്. പിന്നെ കുറച്ച് അടുത്തുള്ളത് ഒരു പ്രൈവറ്റ് സ്കൂളാണ്. അല്ലസർ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയമാണ്. മനസ്സിലായി. ഇവിടുന്ന് ഒരു പ്രൈമറി വരെ ഒരു ചെറിയൊരു സ്കൂൾ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഈ ഭാഗത്തുള്ള കുട്ടികൾക്ക് ഒരു ആവശ്യമാണ്. മുഴുവൻ ഇപ്പോൾ വണ്ടിക്ക് പോവുകയാണ്. സ്കൂൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ലൈക്ക് വെറ്റിനറി. പക്ഷേ ഇറ്റ് ഇസ് വെരി ആക്സസ് വളരെ കുറച്ച് ദൂരമാണ്. വെറ്റിനറി അടുത്ത്, ഹോമിയോ അടുത്ത്, ഹോമിയോ എഴുതിയില്ല. പിന്നെ ഒരു ആയുർവേദം വയ്ക്കുക. പിന്നെ അത് അതിൻ്റെ കുറച്ച് അകലെയാണ്. കുറച്ച് മുന്നേ അത് നീക്കി. പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ പാൽ സൊസൈറ്റി, KSCB വയ്ക്കും. KSCB അടുത്ത് പാൽ സൊസൈറ്റിന്റെ സേവനങ്ങൾ എങ്ങനെയാണ് കർഷകർക്കുള്ളത്? പാൽ സൊസൈറ്റി ഇപ്പോൾ ഇവിടെ കറക്കുന്ന ആൾക്കാർ കുറച്ച് പാലൊക്കെ ഇവിടെ അത്യാവശ്യം വീടുകളിലൊക്കെ കൊടുക്കും. ബാക്കിയുള്ള പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പാലെടുക്കുന്നുണ്ട്. കുഴപ്പമില്ല. അത് സേവനങ്ങൾ കറക്റ്റ് ആണോ? കുഴപ്പമില്ല. നല്ല സമ്പ്രദായമാണ്. നിങ്ങൾക്ക് അതുപോലെ കാലിത്തീറ്റ അങ്ങനെയല്ലേ എന്തെങ്കിലും? കാലിത്തീറ്റയൊക്കെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വാങ്ങിക്കുന്നതാണ്. അല്ലാതെ സൊസൈറ്റിയിൽ നിന്ന് അങ്ങനെ തരും? സൊസൈറ്റിയിൽ നിന്ന് കിട്ടും ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാനൊരു കർഷകനായിരിക്കും വേണം, ഒപ്പം എഡ്യൂക്കേറ്റഡ് ആയിരിക്കും വേണം. ആ ഒരു തീരുമാനത്തിൽ അങ്ങനെ എഡ്യൂക്കേറ്റഡായി. എൻ്റെ അറൗണ്ട് 45 ഇയേഴ്സ് ആ ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ കിട്ടുന്ന ശമ്പളം കൊണ്ട് സ്വത്തുക്കൾ വാങ്ങിയിട്ട് ആ സ്വത്ത് വാങ്ങിയതാണ് ഈ പാടത്തെ നെൽകൃഷി. എൻ്റെ അധ്വാനത്തിൽ നിന്ന് വാങ്ങിയ നെൽകൃഷിയാണ് ഇവിടെ. അതെന്തിനാ ഞാൻ സർവീസിൽ അത് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലത്ത് എൻ്റെ സർവീസ് നിൽക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ സർവീസ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കണ്ടേ. അപ്പോൾ എനിക്ക് അന്നൊരു കാര്യം വേണ്ടേ. അപ്പം ഞാൻ സർവീസിലിരിക്കുമ്പോൾ തന്നെ അതിനുള്ള പ്ലാനിങ് തുടങ്ങിയത് മുൻകൂട്ടി. അങ്ങനെയാണ് ഞാനിവിടെ നെൽകൃഷി വാങ്ങുന്നത്. ഞാൻ റിട്ടയർ ചെയ്യുന്ന ആ സമയത്തേക്ക് തൊട്ട് മുന്നെയാണ് വാങ്ങിക്കുന്നത്. ഇയർ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തില് ഓരോ കാലയളവിലും എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? വികസനമായിട്ടും ഇപ്പൊ റോഡ് വന്നതാണെങ്കിൽ അത്, വൈദ്യുതീകരണം പൂർത്തിയായത്, അങ്ങനെ ഓരോ ഇപ്പോ നെൽകൃഷി ആരംഭിച്ചത്, അങ്ങനെ ഓരോരോ കാലയളവില് ഒരു 10 വർഷത്തെ ഗ്യാപ്പിന്റെ ഉള്ളിൽ വന്ന വികസനങ്ങൾ.